തമിഴ്നാട്ടിൽ നിർണായകമായ നീക്കങ്ങളുമായി മുന്നണികൾ. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ടി.വി.കെ അധികാരത്തിലെത്തുന്നത് തടയാൻ DMKയും AIADMKയും നീക്കം തുടങ്ങിയതായി വിവരം. ഇരു മുന്നണികളും സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ നടത്തുന്നതായി സൂചനകൾ. സർക്കാർ രൂപീകരിക്കാൻ ടി.വി.കെക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെന്ന് ഗവർണർ അറിയിച്ചിരുന്നു. എന്നാൽ അഭ്യൂഹങ്ങൾ തള്ളി DMK രംഗത്ത് വന്നു. സമൂർ നൈസാൻ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. സമൂർ, കൗതുകകരമായ രാഷ്ട്രീയ നീക്കങ്ങളാണിപ്പോൾ തമിഴകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ടി.വി.കെയെ ഏത് വിധേനയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അറ്റകൈക്ക് DMKയും AIADMKയ്ക്കും ഒന്നിക്കുകയാണെങ്കിൽ അങ്ങനെ എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? അതിന് രണ്ട് കക്ഷികളും സന്നദ്ധരാണോ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ രണ്ട് കക്ഷികളുടെയും നേതാക്കൾ ഇതുവരെ പുറത്തു പറയുന്നുണ്ടോ? സൈഫുദ്ദീൻ, അപ്രതീക്ഷിതമായ രാഷ്ട്രീയ തീരുമാനങ്ങളും നീക്കങ്ങളുമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്നത്. മണിക്കൂറുകൾക്കകം പുതിയ നീക്കങ്ങളാണ് നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം 234 സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. അതിൽ 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്നാൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം നേടാനായില്ല എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ടി.വി.കെക്ക് 108 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ ടി.വി.കെ കോൺഗ്രസുമായി ഒരു ചർച്ച നടത്തി കോൺഗ്രസിനെ കൂടെ കൂട്ടി ബാക്കി CPM, CPI VCK പോലത്തുള്ള പാർട്ടികളെ കൂടെ കൂട്ടി സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം ഇന്ന് തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് ഗവർണറെ കണ്ട് ഇക്കാര്യം അറിയിച്ച് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഗവർണർ ടി.വി.കെക്ക് 118 അംഗങ്ങളുടെ പിന്തുണ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പിന്തുണയുണ്ടെങ്കിൽ 118 MLA-മാരുടെ കത്തും എനിക്ക് കിട്ടണമെന്ന കാര്യം പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനിർണായകമായുള്ള വിവരങ്ങളാണ്. DMKയും AIADMKയും ഒന്നിക്കാനുള്ള രഹസ്യ ചർച്ചകൾ തമിഴ്നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ചില ദേശീയ മാധ്യമങ്ങൾക്ക് AIADMKന്റെ ചില പ്രതിനിധികൾ ഇതിന് സാധൂകരിക്കുന്ന വിവരങ്ങൾ കൈമാറിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയം ഇനി നാളെ മുതൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ നീക്കുപോക്കുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൽ നിർണായകമായ മറ്റൊരു കാര്യം, ഇപ്പോൾ നിലവിൽ 59 സീറ്റുകളാണ് DMKക്ക് കിട്ടിയിരിക്കുന്നത്. 47 സീറ്റുകൾ AIADMKക്കും ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ 106 സീറ്റുകളാണ് ഈ രണ്ട് പ്രധാന പാർട്ടികൾക്കും ഉണ്ടാവുക. ശരി സൈഫുദ്ദീൻ, തീർച്ചയായും അപ്രതീക്ഷിതമായ രാഷ്ട്രീയ പരിണിതികൾക്കാണ് തമിഴകം വീണ്ടും വേദിയാകുന്നത്. നാടകീയ നീക്കങ്ങളാണ്. AIADMKയും DMKയും ഒരുമിക്കുമോ ടി.വി.കെ പുറത്തു നിർത്താൻ എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും രണ്ട് കക്ഷികളും ഇതിനോട് പുറത്തേക്ക് പ്രതികരിച്ചിട്ടില്ല. അകത്ത് ഏതെങ്കിലും തരത്തിൽ ഒന്നിക്കാനുള്ള നീക്കങ്ങൾ നടക്കുമോ എന്ന് വരും മണിക്കൂറുകളിൽ കാത്തിരുന്നു കാണാം. സമൂർ നൈസാനാണ് വിശദാംശങ്ങൾ നൽകിയത്.